പിന്നെ നല്ല കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പയ്യൻ മാളുവിന് വിവാഹം കഴിക്കാൻ തയ്യാറാവൂ? സുധാന്റി വിഷമിക്കാതെ. കണ്ടില്ലേ മുത്തശ്ശ, പോലീസിൽ അറിയിച്ചാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ മാളുവിന്റെ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചാലോ? ആദ്യം പറയുന്നതിലും കാര്യമുണ്ട്. രാമനുണ്ണി സാറേ, നമ്പ്യാരെ വീഡിയോ കോൾ വിളിക്കേ. ഇതാരാ? കൊച്ചുമോള്. ആരുടെ കൊച്ചുമോള്? നിന്റെ അമ്മൂമ്മയുടെ കൊച്ചുമോളാ? അയ്യോ, ഇതപ്പോ പാളു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയില്ലേ? പാളു ഇതെപ്പോ എന്റെ മാളു ഇങ്ങനെ ഇവിടെ വന്ന്? എന്റെ മാളു ഇങ്ങനെ ഇവിടെ വന്നാ? നമ്പ്യാറുടെ ചെറുമോളാണെന്നും പറഞ്ഞ് നീയൊക്കെ ഇവിടെ പിടിച്ചെട്ടിക്കൊണ്ട് വന്നില്ലേ? എന്റെ പെണ്ണിനാണ്, എന്റെ മാളൂന്. ഓരടാ, അയ്യോ, എന്റെ മാളുവിന്റെ പൂ പോലുള്ള കയ്യിൽ റോപ്പ് വെച്ച് വരിഞ്ഞു മുറിച്ച് കെട്ടിയത് നീ കാണോ? എന്റെ മാളുവിന്റെ പരിശുദ്ധമായ ഈ ബോഡിയിൽ ചാക്കിട്ട് മുടിയത് നീയല്ലടാ പട്ടി. നിന്നെ ഞാൻ കുത്തിക്കോടാ നിന്നെ. രാമനുണ്ണി സാറേ, ശരിക്കും എന്താ പ്രശ്നം? അല്ല, ഇതല്ലേ കല്യാണ പെണ്ണ്? ഉണ്ടാ കല്യാണ പെണ്ണ് ഇതേ ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ്. ഞാൻ കെട്ടാൻ നേരത്തെ അവള് കല്യാണ പെണ്ണ. അവള് മനസ്സിലായ? ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത പെണ്ണും പിള്ളേക്കാണ് ആണാടിന്റെ വാരിയല് വെട്ടി ബിരിയാണി ഉണ്ടാക്കി ഉരുട്ടി കുത്തി കയറ്റി കൊടുത്തത്. മാളു, ഓ അത് ശരി. അപ്പോ അമ്മൂന് പകരം രാമനുണ്ണി തട്ടിക്കൊണ്ടുപോയത് മാളൂനെ ആയിരുന്നല്ലേ? ഈശ്വര സാറേ, എന്റെ മോളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അവളെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും സാറേ. സുധയൊന്ന് സമാധാനപ്പെടും. മാളൂനൊന്നും സംഭവിക്കില്ല. അച്ഛാ, നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? മുഹൂർത്തത്തിന് ഇനി അധിക സമയമില്ല. ആദ്യം കല്യാണം നടക്കണം, അതാ വേണ്ടത്. ഇല്ല, മാളു ഇല്ലാതെ ഈ വിവാഹം നടക്കില്ല. ഇല്ല. അയ്യോ ശ്രീ, നീ എന്തായി കാണിക്കുന്നത്? അവിടെ ഇരിക്കെ. മാളുവിനെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? ആരാണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് അവളെ രക്ഷിച്ചേ പറ്റൂ. ചടങ്ങിനിടയിൽ നിന്ന് ഇറങ്ങി പോകരുത്, അത് ദോഷമാണ്. എന്ത് ദോഷം സംഭവിച്ചാലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. മാളുവിന്റെ ജീവൻ എനിക്ക് വലുത്. ശ്രീ, ഞാൻ പറയുന്നൊന്ന് അനുസരിക്കും മോനെ. മാളൂർ ഒന്നും സംഭവിക്കില്ല. അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ്. മാളുവിന്റെ കാര്യത്തിൽ ശ്രീക്ക് ഒരു ഭയപ്പാടിന്റെ ആവശ്യമില്ല. രാമനുണ്ണിയുടെ കയ്യിൽ നിന്ന് മാളുവിനെ ഞാൻ രക്ഷിച്ചുകൊണ്ടുവരും. മാളുവിനെ സുരക്ഷിതയായി ശ്രീയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിത്തരും. എന്നിട്ട് മതി താലികെട്ട്. എന്താ പോരെ? മുഹൂർത്തം അവസാനിക്കാൻ ഇനി 1 മണിക്കൂറേ ബാക്കിയുള്ളൂ. 1 മണിക്കൂർ ഉണ്ടല്ലോ. മാളുവിനെ രക്ഷിക്കാൻ 1 മണിക്കൂർ തന്നെ ധാരാളം. നമ്പ്യാർ സാറേ, 1 മണിക്കൂറിനുള്ളിൽ ആ കുട്ടിയെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഹൂർത്ത സമയം കഴിയും. ഈ മുഹൂർത്തത്തിൽ നടന്നില്ലെങ്കിൽ ഇനി ഈ വിവാഹം നടക്കില്ല. രാജാ, അച്ഛാ, ഇനി ഒന്നും ആലോചിക്കാനില്ല. പോലീസിനെ വിളിക്ക. വേണ്ട മുത്തശ്ശ, പോലീസിനൊന്നും വിളിക്കണ്ട. പോലീസിനെ വിളിക്കാതെ പിന്നെ? നേരത്തെ ആശാന്റി പറഞ്ഞില്ലേ,
പോലീസിൽ അറിയിച്ചാലുള്ള കുഴപ്പം? മാളു ഇപ്പൊ പുത്തമ്പരിക്കൽ തറവാട്ടിലെ ഒരു അംഗത്തെ പോലെയാണല്ലോ. അതി മുഹൂർത്തം അവസാനിക്കാൻ ഇനി 1 മണിക്കൂറേ ഉള്ളൂ. പോലീസ് വിചാരിച്ചാൽ മാത്രമേ 1 മണിക്കൂറിനുള്ളിൽ രാമനുണ്ണിയുടെ കയ്യിൽ നിന്ന് മാളുവിനെ രക്ഷപ്പെടുത്തി ഇവിടെ എത്തിക്കാൻ കഴിയൂ. അച്ഛാ, ചേച്ചിയുടെ വിവാഹം നടത്താൻ അച്ഛൻ വെപ്രാളം കാണിക്കുമ്പോ അത് മാളുവിന്റെ ഭാവിയെ കൂടെ അപകടത്തിലാക്കുവാണെന്ന് അച്ഛൻ മറക്കരുത്. അല്ല, ഈ വിവരം പോലീസിനെ അറിയിക്കുന്നതുകൊണ്ട് മാളുവിന്റെ ഭാവിക്ക് എന്ത് അപകടമാണ് ഉണ്ടാകുന്നത്? മുത്തശ്ശ, പോലീസ് ലീവ് അറിയിച്ച നാട്ടിലെ സകല ന്യൂസ് ചാനലുകളിലും ഈ ഒരു വിവരം ഇപ്പൊ തന്നെ ഹെഡ്ലൈനായിട്ട് പോകും. പിന്നെ പ്രത്യേകിച്ച് പുത്തമ്പുരയ്ക്കൽ അച്ചു നമ്പ്യാരുടെ കൊച്ചുമാളുടെ വിവാഹത്തിനാണ് ഇങ്ങനൊരു മിസ്സിംഗ് കൂടി ഉണ്ടായെന്ന് അറിയുമ്പോ അതോടെ ന്യൂസ് വാല്യൂ കൂടുമല്ലോ. പാവം മാളുവിന്റെ ഫോട്ടോ വെച്ച് എന്തൊക്കെ കഥകളായിരിക്കും ഓൺലൈൻ മീഡിയസ് പടച്ചുവിടുന്നത്. പിന്നെ മാളുവിന്റെ ഭാവി എന്താവും? അയ്യോ പിന്നെ നല്ല കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പയ്യൻ മാളുവിന് വിവാഹം കഴിക്കാൻ തയ്യാറാവോ? അയ്യോ സുധാന്റി വിഷമിക്കാതെ. കണ്ടില്ലേ മുത്തശ്ശ, പോലീസിൽ അറിയിച്ചാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ മാളുവിന്റെ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചാലോ? ആദി പറയുന്നതിലും കാര്യമുണ്ട്. ശരി, നീ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. രാജ, അച്ഛാ. നമ്മുടെ ആൾക്കാരെയൊക്കെ വിളിക്ക. മാളുവിനെ നമുക്ക് തന്നെ നേരിട്ട് പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. മുത്തശ്ശ, അത് വേണ്ട. നമ്മളെല്ലാരും കൂടി പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തനിച്ചു പോയി മാളുവിനെ രക്ഷിച്ചുകൊണ്ട് വരാം. നീ തനിച്ചു പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവരാന്നോ? വേണ്ട വേണ്ട, ഗുണ്ടകളെ എതിർക്കാനുള്ള കഴിവൊന്നും നിനക്കില്ല. നിന്നെ എന്തായാലും തനിച്ചു വിടാൻ പറ്റില്ല. ചേട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടെ പോയാൽ മതി കേട്ടോ. എന്റെ അച്ഛ, മുത്തശ്ശ, ചെറിയച്ഛ, അമ്മേ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നമ്മളെല്ലാരും കൂടെ പോയാൽ മാളുവിനെ രക്ഷിക്കാൻ കഴിയില്ല. അതെന്താ? എന്റെ മുത്തശ്ശ, നമ്മളൊരു പടയായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ മാളുവിനെയും കൊണ്ട് ആ രാമനുണ്ണി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും. അതുകൊണ്ടാ പറയുന്നത്, രാമനുണ്ണിയുള്ള സ്ഥലം മനസ്സിലാക്കിയിട്ട് ഞാൻ രഹസ്യമായിട്ട് മാളുവിനെ പോയി രക്ഷിച്ചുകൊണ്ട് വരാം. അവൻ ആ ഗോഡൌണിലോ മില്ലിലോ ഉറപ്പായിട്ടുണ്ടാവും. മിക്കവാറും ഗോഡൌണിൽ തന്നെ ആയിരിക്കും അവർ മാളുവിനെ ഒളിപ്പിച്ചിരിക്കുന്നത്. അതെ, ഗോഡൌണെങ്കിൽ ഗോഡൌൺ, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ആദി, നീ തനിച്ചു മതിയോ? മുത്തശ്ശ, ഈരി ചെവി അറിയാതെ ഞാൻ പോയി മാളുവിനെ രക്ഷിച്ചുകൊണ്ട് വരാം. രാമനുണ്ണി പോലും അറിയില്ല. അതിനല്ലേ ഞാൻ തനിച്ചു പോവാന്ന് പറഞ്ഞേ. ശരി, നീ പോയിട്ട് വാ. പിന്നെ കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിൽ നിൽക്കില്ലെന്ന് കണ്ടാൽ നീ എന്നെ വിളിക്കണം. അച്ഛാ, ആദ്യം തനിച്ചു വിടണോ? എന്റെ അച്ഛ, ഞാൻ രാമനുണ്ണിയോട് വഴക്കിടാനൊന്നും അല്ല പോകുന്നത്. എടാ, ഞാൻ അയാളുടെ ഗോഡൌണിൽ ചെല്ലുന്നു, അവിടുത്തെ പരിസരമൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നു, അവിടെ എത്ര ആൾക്കാരുണ്ട് നോക്കുന്നു. എന്നിട്ട് തക്ക സമയം നോക്കി മാളുവിനെ രക്ഷിച്ചുകൊണ്ട് പോരുന്നു. ഇനി ഗോഡൌണിലെ ആൾക്കാർ കൂടുതലാണെങ്കിൽ ആ വിവരം അപ്പൊ തന്നെ ഞാൻ മുത്തശ്ശനെ വിളിച്ച് പറയാം. പിന്നെന്താ പ്രശ്നം?